ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുരിങ്ങയ്ക്ക ചക്കക്കുരു വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു മുരിങ്ങയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 10 ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ, 5 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ചക്കക്കുരു മുരിങ്ങയ്ക്കയും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം, മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം, 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, മിക്സ് ചെയ്യാം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതുകൊണ്ട് പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് പുളി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടായാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് വെന്തൊന്ന് നോക്കാം. ചക്കക്കുരുവൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നുകൂടെ ഈ അരപ്പൊക്കെ നന്നായി ഒന്ന് തിളയ്ക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമുക്കിനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം. ഈ പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് എടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക ചക്കക്കുരു വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിലൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല റെസിപ്പിയായിട്ട് കാണാം. ബൈ.